പ്രിയമുള്ളവരെ, നിങ്ങളുടെ മുഖത്ത് കറുത്ത പാടുകളുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും കുരുക്കൾ, മുഖക്കുരു വന്നിട്ട് പോയി അത് കഴിഞ്ഞ് ഉണ്ടാകുന്ന കറുത്ത പാടുകൾ, അങ്ങനെയുള്ള സംഭവം ഉണ്ടെങ്കിൽ അത് മാറാതെ കിടക്കുകയാണെങ്കിൽ ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പലർക്കും ഇതറിയാവുന്നതാണ്, പലരും ചെയ്യുന്നുണ്ട്. പലരും പക്ഷേ ഇതത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നതായിട്ട് തോന്നുന്നില്ല. ഇത് വളരെ ചിലവ് കുറഞ്ഞതും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമാണ്. ബ്യൂട്ടി പാർലറിൽ പോയി നിങ്ങൾക്ക് ക്യാഷ് കളയേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ടൊമാറ്റോ, നമ്മുടെ തക്കാളി. ഈ തക്കാളിക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിക്കാം. ഫ്രീസറിൽ കട്ട് ചെയ്തിട്ട് വെക്കുക. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ നല്ല ഐസ് പോലെ ഇത് കട്ടിയാണ് ഈ സംഭവം. ഇത് ഇപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് ഡീഫ്രോസ്റ്റായി വരുന്നു. പക്ഷേ ഇത് ഐസായിട്ടിരിക്കുന്ന പരുവത്തിൽ തന്നെ വേണം നിങ്ങളിത് യൂസ് ചെയ്യാൻ. ഇതെടുത്തിട്ട് ക്ലോക്ക് വൈസ് മുഖത്ത് മസാജ് ചെയ്യുക. ക്ലോക്ക് വൈസ്, ക്ലോക്ക് എങ്ങനെ കറങ്ങുന്നതെന്ന് അറിയാമല്ലോ, അതാണ് ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആകരുത്. ഒരുപാട് ശരിക്കും കവിളുള്ളവർക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യാം. അപ്പം എൻ്റെ പോലെ അധികം കവിളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ക്ലോക്ക് വൈസ് വേണം മസാജ് ചെയ്യാനായിട്ട്. ഇങ്ങനെ അപ്പോൾ അത് ശരിക്കും മസാജ് ചെയ്യാം. പിന്നെ ഈ മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് സീഡ്, ഈ കുരു എന്ന് പറഞ്ഞ ഈ സാധനം ചിലപ്പോൾ ഇങ്ങനെ ഉന്തി നിൽക്കും. അപ്പോൾ അത് വിരൽ കൊണ്ട് തന്നെ ഇങ്ങനെ മാറ്റുക. അല്ലെങ്കിൽ ആ സീഡോടുകൂടി നിങ്ങൾ മസാജ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ സ്ക്രാച്ചസ് വരാം, അതിന് സാധ്യതയുണ്ട്. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ജസ്റ്റ് മുഖം ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ മസാജ് ചെയ്യാതെ മുഖം വീർപ്പിക്കുക. ജസ്റ്റ് ഐ വിൽ ഷോ എങ്ങനെ. അപ്പോൾ ഇത് വൺ ടൈം ജസ്റ്റ് 1 സെക്കൻഡ് ഒന്നും ചെയ്താൽ പോരാ. ശരിക്കും ഒരു എന്താ പറയണ്ട, കുറച്ച് സമയം നിങ്ങൾക്കൊരു കംഫർട്ടായിട്ട് തോന്നുന്ന, ഒരുപാട് അങ്ങ് ടയേർഡാകുന്ന വിധത്തിലല്ല, കുറച്ച് സമയം, മണിക്കൂറുകൾ ചെയ്യാനല്ല, അതിൽ കാര്യമില്ല, അങ്ങനെ ചെയ്യാനല്ല. അപ്പോൾ ഇതിൻ്റെ ഇതങ്ങ് പോവും, തണുപ്പങ്ങ് പോവും, അതിൽ കാര്യമില്ല. അപ്പം നെറ്റിയിലും എല്ലായിടത്തും അങ്ങനെ ചെയ്യാം. കണ്ണിൻ്റെ അകത്തേക്കൊന്നും ചെയ്യണ്ട. നോസിൻ്റെ എവിടെ ആണെങ്കിലും ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. എല്ലാം ക്ലോക്ക് വൈസ് അങ്ങ് ചെയ്യുക. ശരിക്കും അങ്ങ് ക്ലീൻ ചെയ്യും. ഇതുകൊണ്ട് തന്നെ അങ്ങ് മസാജ് കുറേ സമയം അങ്ങ് ചെയ്തിട്ട് പിന്നെ ഈ ഫിംഗർ ടിപ്പ് കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ചെയ്യുക. ഇതെല്ലാം ചെയ്തിട്ട് നന്നായിട്ട് മുഖം വാഷ് ചെയ്യണം. കാരണം ഇതിന് ഈ തക്കാളിയുടെ കാര്യം അറിയാമല്ലോ, ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സോപ്പിട്ട് തന്നെ കഴുകുക. എല്ലാ ദിവസവും രാത്രിയിൽ ഇത് ചെയ്യാൻ ശ്രമിക്കുക. നല്ല എഫക്റ്റ് ഉണ്ട്.